STFI രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ രാജ്യസഭയിലും ഇനി ലോക്സഭയിലും അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും അതേപോലെ തന്നെ കേരളത്തിലെ 2 സ്ഥലങ്ങളിലാണ് ഏറ്റവും വലിയ പ്രതിഷേധ മഹാസമ്മേളനങ്ങൾ നടക്കുന്നത് ഈ 2 പോയിന്റിലാണ്. ബാക്കി രാജ്യത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഈ വഖഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ട് വിവിധ പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഖഫ് ഭേദഗതി ബില്ല് ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ എത്ര ആഴത്തിൽ ബാധിക്കുമെന്ന് മുസ്ലിം സമുദായത്തിന് പോലും വേണ്ടത്ര ആ രീതിയിലേക്കുള്ള ഒരു ബോധവൽക്കരണം നടന്നിട്ടില്ല എന്നുള്ള ഒരു പശ്ചാത്തലം കൂടി ഈ വലിയ മഹാസമ്മേളനങ്ങൾ നടത്തുന്നതിന്റെ പിന്നിൽ ഉണ്ട്. കഴിഞ്ഞ ഈ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിവിധ വംശങ്ങൾ അല്ലെങ്കിൽ വിവിധ ഭരണകൂടങ്ങൾ ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 700 വർഷക്കാലം മുഗളന്മാര്, 200 വർഷക്കാലം ബ്രിട്ടീഷുകാര്, പിന്നീട് അതിനുശേഷമുള്ള നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റുകൾ. നിങ്ങൾ ആലോചിക്കണം, ഇതിലെ വഖഫ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇന്ത്യ രാജ്യത്ത് അതിന് ഒരു 900 വർഷത്തെ പഴക്കമെങ്കിലും ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് നിലവിലുണ്ട്. അത്തരം സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടാണ് അത്തരം സ്വത്തുക്കൾ അന്യായമായി പിടിച്ചെടുക്കാനുള്ള വളരെ ഭീകരമായ ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 200 വർഷം സാമ്രാജ്യത്വ ശക്തികൾ ഈ രാജ്യം ഭരിച്ചിട്ട് പോലും അവർക്കെതിരെ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ മുസ്ലിം സമൂഹം ഈ രാജ്യത്ത് ഏറനാടടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ രാജ്യത്ത് മൊത്തം ഈ മുസ്ലിം സമൂഹം അവർക്കെതിരെ വലിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ട് പോലും മുസ്ലിം സമുദായത്തിന്റെ വഖഫ് സ്വത്തിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് വന്നിട്ടില്ല. 200 വർഷം അവർ ഭരിച്ചിട്ട് പോലും അവര് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ അവരുടെ സമ്പത്തായ വഖഫിലേക്ക് അവര് എത്ര പ്രകോപിതരായിട്ടും അവർ വന്നിട്ടില്ല. പകരം അവരൊക്കെ തന്നെ വഖഫ് ഭൂമികള്, വഖഫ് സ്വത്തുക്കള് സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ അവര് പുഷ്ടിപ്പെടുത്തുകയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തത്. അതിനുശേഷം വന്ന രാജ്യത്തിന് നിലയിൽ വന്ന 10-20 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെന്റുകളും ഈ വഖഫ് സ്വത്തിലേക്ക് അന്യാധീനമായി കയറാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. പക്ഷെ ഈ കേവലം 12 വർഷത്തെ ഒരു ഭരണത്തിലുള്ള ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് പാർട്ടി കേവലം ഈ 900 വർഷത്തെ പഴക്കമുള്ള ഒരു സ്വത്തിലേക്ക് വെറും 12 വർഷത്തെ ഒരു ഭരണത്തിന്റെ മാത്രം പാരമ്പര്യമുള്ള ഒരു പാർട്ടി ഇത്തരം വലിയ ഒരു സമ്പത്തിലേക്കും സ്വത്തിലേക്കും അത് കൈയടക്കാനുള്ള നീക്കങ്ങളാണ്, വളരെ ഭീകരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറമേക്ക് ഇതിന്റെ പേര് പോലും വളരെ വഖഫ് സ്വത്തുക്കളെ ശക്തിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും എന്നൊക്കെയാണ് ഇതിന് പേരൊക്കെ ഇവർ പകർത്തി. ഏതാണ്ട് RSSനെ പോലെയുള്ള പേരാണ് വഖഫ് ഭേദഗതി ബില്ലിനും അവർ നൽകിയിട്ടുള്ളത്. RSSന്റെ പേരിന് യാതൊരു പ്രശ്നമില്ലല്ലോ, രാഷ്ട്രീയ സ്വയം സേവക സംഘ എന്നാണ്. എന്ന പോലെയുള്ള ഒരു പേരിട്ടുകൊണ്ടാണ്. പക്ഷേ കൃത്യമായ ഒളി അജണ്ടകൾ ഈ ഭേദഗതി ബില്ലിൽ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തെ ഒട്ടുമിക്ക മതേതര കക്ഷികളും അത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്നാമത് ഇതിലെ ഏറ്റവും വലിയ ഭേദഗതി എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ രാജ്യത്തുള്ള വഖഫ് ഭൂമികള്, ഈ 900 വർഷത്തെ തന്നെ പഴക്കമുള്ള വഖഫ് ഭൂമികള് വഖഫ് ഭൂമിയായി മാറുന്നത് യഥാർത്ഥത്തിൽ 1 രേഖാപ്രകാരം, 2 ബൈ യൂസ് എന്നാ പറയുന്നത്, ഉപയോഗിക്കുന്നത്, 3 വാക്കാൽ. ഈ 3 തരത്തിലാണ് വഖഫ് ഭൂമി ഈ രാജ്യത്ത് നിലവിലുള്ളത്. എന്നാൽ ഇതിന് 2 മേഖലയെ ഈ ഭേദഗതി തള്ളുകയാണ്. 1 ബൈ യൂസ് എന്നുള്ളത്, അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ വാക്കാലുള്ളത് എന്നുള്ള ഈ 2 പ്രയോഗം അതിൽ നിന്ന് മാറ്റിയിട്ട് രേഖയുള്ള ഇത് മാത്രം എന്നുള്ളതിലേക്ക് ഇതിനെ വളരെ ചുരുക്കുകയാണ്. പക്ഷെ ഇതിൽ വലിയ ഒരു ഭവിഷ്യത്ത് സ്വാഭാവികമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്വത്തുക്കൾക്കൊന്നും തന്നെ
ഇതിന്റെ അവകാശികൾക്ക് അങ്ങനെ ഒരു രേഖ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള ദേവസ്വം ഭൂമികളെ സംബന്ധിച്ച് നോക്കിയാലും മറ്റുള്ള മതവിഭാഗങ്ങളുടെ ഭൂമിയിലേക്ക് തന്നെ പോയാൽ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ വഖഫിലേക്ക് മാത്രമാണ് ഇവര് ഈ രീതിയിലുള്ള ഒരു ഭേദഗതി വരുത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും തർക്കം ഉന്നയിക്കാൻ പറ്റും. അതാണ് ഇതിലുള്ള ഒരു പ്രശ്നം. ഏതൊരു പൗരനും, ഇന്ത്യയിലെ ഏതൊരു പൗരനും ഒരു വഖഫുമായി ബന്ധപ്പെട്ടുള്ള, അത് മസ്ജിദാവട്ടെ മറ്റുള്ള സ്ഥാപനങ്ങളാവട്ടെ വെറും ഭൂമിയാവട്ടെ, ഏതൊരു പൗരനും കലക്ടർക്ക് ഒരു പരാതി കൊടുക്കുന്നതോട് കൂടിയിട്ട് അതൊരു തർക്കഭൂമിയാക്കി, അങ്ങനെ രാജ്യത്ത് ആയിരക്കണക്കിന് തർക്കഭൂമികൾ, മുമ്പത്തെ പോലെ ബാബർ മസ്ജിദ് പോലെയുള്ള ആയിരക്കണക്കിന് തർക്കഭൂമികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് RSS ഇതിൽ കൂടി ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇതില് മുമ്പൊക്കെ തന്നെ ഇനിയിപ്പോ വഖഫ് സ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതില് കഴിഞ്ഞ ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് അതിന് മുഴുവൻ അധികാരവും അത് പരിഹരിക്കാനുള്ള അധികാരം മുഴുവനും വഖഫ് ബോർഡിനായിരുന്നു, കേന്ദ്ര വഖഫ് ബോർഡിനായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വഖഫ് ബോർഡിന് അത് കൊടുക്കുക. വഖഫ് ബോർഡ് അത് പരിശോധിച്ചിട്ട് സർവേ ഓഫ് ഇന്ത്യ, ഗവൺമെന്റിന്റെ സർവേ ഓഫ് ഇന്ത്യക്ക് ആ ഭൂമി അതിന്റെ രേഖ പരിശോധിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള അതിന്റെ വസ്തുത പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വിട്ടു നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തരുന്ന റിപ്പോർട്ട് ഗസറ്റില് പ്രസിദ്ധീകരിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ തന്നെയുള്ള അധികാരം വഖഫ് ബോർഡിനായിരുന്നു, എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും. പക്ഷെ അത് ഈ വഖഫ് ഭേദഗതി ബില്ലിൽ കൂടി വളരെ വിദഗ്ധമായിട്ട് അത് ഈ രാജ്യത്തെ കളക്ടറേറ്റിലേക്ക്, നിങ്ങൾ അറിയിക്കണം, ഒരു രാജ്യത്തുള്ള ഒരു കളക്ടറും രേഖാപരമായിട്ടുള്ള ഇത്തരം സംഗതികളും വിധി കൽപ്പിക്കാറില്ല. അതിനുള്ള അധികാരം കളക്ടറേറ്റ് ഇല്ല. അത് ഒന്നുകിലും സർവേ ഓഫ് ഇന്ത്യക്കാണുള്ളത്, അല്ലെങ്കിൽ കോടതിയിൽ പോയാൽ അവരാണ് അത് ആ രീതിയിൽ തീർപ്പേൽപ്പിക്കേണ്ടത്. അല്ലാതെ ഒരു ജില്ലാ കളക്ടർ ഈ ഭൂമി ഏതാണെന്ന് പറയാനുള്ള ഒരു അധികാരം രാജ്യത്തില്ല. പക്ഷെ ഈ ഭേദഗതി ബില്ലിലൂടെ ഒരു ജില്ലാ കളക്ടർ വിചാരിച്ചാൽ ആ ജില്ലയിലെ മുഴുവൻ വഖഫ് സ്വത്തുക്കളും ഏതെങ്കിലും അർത്ഥത്തിൽ തർക്കമുണ്ടാക്കാനും, അത് മാത്രമല്ല അദ്ദേഹത്തിന് അതിന് തീരുമാനമെടുക്കാം, അത് മാത്രമല്ല അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകാവുന്ന ഒരു ഇന്ന സമയത്തേക്ക് അത് തീരുമാനം കൽപ്പിക്കണമെന്ന് ഈ ബില്ലിൽ പറയുന്നില്ല. അപ്പൊ എത്ര കാലത്തേക്ക് ഒരു തർക്കഭൂമി ഓരോ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് സാധിക്കും. അപ്പൊ ഈ രീതിയിലാണ് ഈ ഭേദഗതി വളരെ അപകടകരമായ ഒരു ഭേദഗതി ഉള്ളത്. പക്ഷെ കേന്ദ്രത്തിൽ അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു മതേതര വഖഫ് എന്ന് പറയുന്ന ഈ ബില്ല് ഞങ്ങൾ മതേതരമാക്കുക എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ സംഗതി അങ്ങനെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് മതേതരാക്കുകയല്ല ചെയ്യുന്നത്. മതേതരമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് ഇപ്പൊ നിലവിലും നമ്മുടെ സംസ്ഥാന വഖഫ് ബോർഡിലേക്കാണെങ്കിലും കേന്ദ്ര വഖഫ് ബോർഡിലേക്കാണെങ്കിലും നിലവിലുള്ളത് അതിലുള്ള വഖഫ് ബോർഡ് അംഗങ്ങൾ സ്വാഭാവികമായിട്ടും അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്വത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് മുസ്ലിങ്ങളാണെങ്കിൽ ഏതാണ്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അത് ശബരിമല ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്വാഭാവികമായിട്ട് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷെ ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ നിർഭാഗ്യകരമായി പറയുന്നത് ഇനി മുതൽ ഇതിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്നത് മുസ്ലിം MLA-മാർക്കിടയിൽ നിന്നും മുസ്ലിം MP-മാർക്കിടയിൽ നിന്നും അവര് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഇതിലേക്ക് മെമ്പർമാരായിട്ട് വന്നിരുന്നത്. ഇത് പ്രകാരം എല്ലാ നോമിനേഷനും നിർത്തുന്നു. കേന്ദ്ര ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന അത് മുസ്ലിങ്ങൾ അതല്ലാതെ നോൺ മുസ്ലിം അല്ല ആളുകൾക്ക് അതിലേക്ക് അംഗങ്ങളായിട്ട് കൊടുക്കാമെന്ന് പറയുന്നു. അപ്പൊ അതോടുകൂടി ഇത് മതേതരമാകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിലൊരു വ്യവസ്ഥ ഉള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും വഖഫ് സ്വത്തിലേക്ക് വഖഫാക്കി അവർക്ക് വഖഫ് സ്വത്താക്കി പ്രഖ്യാപിക്കാൻ ഏതൊരു പൗരനും, അതാണ് മതേതരത്വം എന്ന് പറയുന്നത്. പക്ഷെ ആ വകുപ്പ് ഇനി മാറ്റുകയാണ്. ഇനി ഒരു മുസ്ലിങ്ങളല്ലാത്ത ആർക്കും ഇനി വഖഫ് സ്വത്തിലേക്ക് അങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്തുകൊണ്ട് വഖഫിലേക്ക് അവർക്ക് സ്വത്തിലേക്ക് പോകാൻ കഴിയില്ല. രണ്ട്, ഏതെങ്കിലും ഒരാള് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് വഖഫ് സ്വത്ത് കൊടുക്കാൻ കഴിയില്ല. 5 വർഷത്തെ പ്രാക്ടീസ്ഡ് മുസ്ലിം, നിങ്ങൾക്കറിയാം പ്രാക്ടീസ് മുസ്ലിം എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സക്കാത്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇനി അത് 5 വർഷം അവിടെ നിരീക്ഷിച്ചിട്ട് അവർക്ക് മാത്രമേ ഈ സ്വത്ത് വഖഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും ബില്ലിൽ പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിന്റെ വിരോധാഭാസം. ആരാണ് ഇവരുടെ ഒരു പ്രാക്ടീസ് മുസ്ലിം എന്ന് ആരാണ് ഇതൊക്കെ രേഖപ്പെടുത്തുക? ആരാണ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക? ഇതൊക്കെ വേറെ ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പൊ പറയുന്നതുമായി യാതൊരു ബന്ധം യഥാർത്ഥത്തിൽ ഇതിലില്ല. മറ്റൊരു സംഗതി ഇതിലുള്ളത്, ഞങ്ങൾ വനിതാ പ്രാതിനിധ്യം കൊടുക്കുന്നു, ഇതുവരെ വനിതകളില്ല എന്നുള്ള വലിയ ഒരു പ്രചരണം കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ നടത്തുന്നുണ്ട്. സത്യത്തില് 2009 വഖഫ് ഭേദഗതി പല സമയത്തും നടത്തിയിട്ടുണ്ട്. അതിന് ശക്തിപ്പെടുത്താനുള്ള ഭേദഗതികളാണ് പലപ്പോഴും ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. 2009 വഖഫ് ഭേദഗതി ബില്ല് പ്രകാരം
വനിതകളെ ഇന്ന് നിലവിൽ തന്നെ അത് വനിതകളുടെ പ്രാതിനിധ്യം ആ ഭേദഗതി ബില്ല് പ്രകാരം തന്നെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്, അതേപോലെ തന്നെ പഞ്ചാബ്, ജമ്മു കാശ്മീർ ഈ വഖഫ് ബോർഡിലൊക്കെ തന്നെ നിലവിൽ വനിതാ മെമ്പർമാര് നിലവിൽ ഉണ്ട്. അപ്പൊ ഈ വാദമൊക്കെ തന്നെ പൊള്ളയാണ്. രാജ്യത്ത് മുഴുവനും എല്ലാ ഗ്രാമങ്ങളിൽ പോലും അസോരസ്യം ഉണ്ടാക്കാനുള്ള, മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള RSSന്റെ വളരെ നിഗൂഢമായ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഭേദഗതി ബില്ല് ഈ രാജ്യത്ത് നിന്ന് പിൻവലിക്കണം, രാജ്യത്തെ സമാധാനം കെടുത്തും സ്വസ്ഥത കെടുത്തും എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ മഹാസമ്മേളനമാണ് മറ്റന്നാൾ നമ്മൾ മലപ്പുറത്ത് നമ്മുടെ പാർട്ടി നടത്തുന്നത്. പാർട്ടിയുടെ സ്വാഭാവികമായിട്ട് അതിവിടുന്ന് ജനാബലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കോൺഫിഡൻസ് ഉണ്ട്, വലിയൊരു ജനവിഭാഗം അതിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങൾക്കും, പാർട്ടി നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള മറുപടി കൂടിയായിരിക്കും ഇന്ന് കൊല്ലത്ത് നടക്കുന്ന ഇതിലുള്ള ജനാബലിയും അതേപോലെ തന്നെ മലപ്പുറം ജനാബലിയും അതിനൊക്കെ തന്നെയുള്ള ഒരു ഉത്തരം കൂടിയായിരിക്കും കൂടി സൂചിപ്പിക്കാം.